VM വിനു ചേട്ടൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. ഞാൻ പോയി, ഓഫീസിൽ പറയാതെ പോയത്. അപ്പോൾ അവിടെ എത്തി, അവിടെ ഹോട്ടലിൽ റസാക്കൊക്കെ ഉണ്ട്. കൊള്ളാം, നിന്റെ പേര് ആന്റണി എന്ന കഥാപാത്രമാണ് നീ ചെയ്യേണ്ടത്. ആദ്യത്തെ നോക്കട്ടെ. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ അമ്പിളിച്ചേട്ടൻ ജഗതിച്ചേട്ടനൊക്കെ എന്നെ കണ്ട അത്ഭുതം. ഇന്നസെന്റ് ചേട്ടൻ, ഇതെന്താ പോയിട്ട് ഇവിടെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി പരീക്ഷ നോക്കാൻ പോകണം. ആദ്യത്തെ ദിവസം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ ഈ രംഗത്ത് എന്ന് പറഞ്ഞു. നീ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്ന് നിന്റെ സീനൊക്കെ കൂട്ടാൻ പോവാണ് സംഗതി, നിന്റെ ഇത് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. സംബന്ധിച്ചു, എനിക്ക് സന്തോഷമായി റസാക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ 2 സീന് ചെയ്തിട്ടുള്ളൂ. പിറ്റേ ദിവസം നിന്നും മമ്മൂക്കയുടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീനെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു. എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോഴിക്കോട് ഒരു ബന്ധുവീട്ടിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലല്ലാതെ കുറയും എനിക്ക് കോഴിക്കോട് ബന്ധുവീടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരക്കിനായിട്ട് വന്നതാണ്, ഒരു കാര്യമുണ്ട്. എൻ്റെ സത്യം പറഞ്ഞു, ഞാൻ വേഷം എന്നുള്ള ചിത്രത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു. അഭിനയിച്ച് നോക്കുക ഭയങ്കര നന്നായി എന്നാ പറയണേ അതിൻ്റെ പേരിൽ. അപ്പം അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിനോട് ചോദിച്ചു, ആ വേഷം വേണോ ഈ വേഷം വേണോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് രാത്രി ആരോടും പറയാതെ അവിടുന്ന് ട്രെയിൻ കയറി എറണാകുളത്തേക്ക് മുങ്ങി. അതിനുശേഷം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് റസാക്ക് എന്നെ കാണുന്നത്. എത്രയോ എൻ്റെ ഭാഗ്യം. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞ് ശരിപ്പെടുത്തിയേനെ. കാരണം ഒന്നാമത്തേത് നമുക്ക് അതിൽ പറ്റില്ല, രണ്ടാമത്തേത് നമ്മുടെ സമയം ശരിയല്ല, അല്ലെങ്കിൽ നടന്നു പോയേനെ. അപ്പൊ എന്റെ ആ ചോദ്യം എന്റെ ഉള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്നു, നിനക്ക് ആ വേഷം വേണോ ഈ വേഷം വേണോ എന്ന് ചോദിച്ചു എന്റെ ഓഫീസിൽ നിന്ന്. അപ്പൊ സംഭവിച്ചത് വെച്ചാല് എനിക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ല ഒരു അഭിനേതാവായിട്ട്. കാരണം അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം കൊണ്ടുള്ള നിലനിൽപ്പും ജീവിതവും എല്ലാം കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡബിങ്ങിന് വരെ എന്നെ വിളിച്ചില്ല, ഞാൻ വരില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ തന്നെ ആ 2 സീനില് എനിക്കിപ്പോഴും ഡയലോഗ് ഒരു ഓർമ്മയുണ്ട്. സ്റ്റീല കമ്പൽ സ്റ്റീല ആരോ, എന്റെ ശബ്ദം വേറെ ആരോ ഡബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു മുഹൂർത്തം. ഞാൻ റസാക്ക് പോയിന്ന് വെച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്, പിന്നീടാണ് റസാക്ക് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്റെ പാട്ട് കഴിഞ്ഞു. താങ്ക് യു. ഇത് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി മറുപടി പറയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, രക്തമറ്റ ഞരമ്പുകളിൽ ജീവരക്തമായി ഒഴുകും സംഗീതം എന്ന് പണ്ട് നാടകത്തിൽ എഴുതിയതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ വലുതായിട്ട് തോന്നുന്നത്, ഇപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടുള്ളത് സംഗീതം തന്നെയാണ്. അതുകൊണ്ട് ഈ സംഗീതജ്ഞൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു, മുങ്ങി. അപ്പൊ അതെന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. പക്ഷെ ഇനി ഞാൻ വിളിച്ച് അഭിനയിപ്പിച്ചോ, ഞാൻ ഒരു പണി ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ. We request Dr. Gopakumar, Conference Director, to present memento to our Chief Guest Sri Jagadish. We request presently working